നമസ്കാരം. എജുവേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് 2026 ജനുവരി 1 PSC ബുള്ളറ്റിൽ നിന്നുള്ള കേരളവുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് വിശദീകരിക്കുന്നത്. ക്ലാസ് മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ആനുകാലിക ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ, പഠന സാമഗ്രികൾ, ലഘുഭക്ഷണങ്ങൾ, ഉച്ചഭക്ഷണം എന്നിവ സ്കൂൾ കോമ്പൗണ്ടിനുള്ളിൽ ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി. വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ, പഠന സാമഗ്രികൾ, ലഘുഭക്ഷണങ്ങൾ, ഉച്ചഭക്ഷണം എന്നിവ സ്കൂൾ കോമ്പൗണ്ടിനുള്ളിൽ ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി സ്കൂഫെ. സ്കൂഫെ എന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ, പഠന സാമഗ്രികൾ, ലഘുഭക്ഷണങ്ങൾ, ഉച്ചഭക്ഷണം എന്നിവ സ്കൂൾ കോമ്പൗണ്ടിനുള്ളിൽ ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി സ്കൂഫെ. സംഘടന ശാക്തീകരണം ലക്ഷ്യമിട്ട് അയൽക്കൂട്ട അംഗങ്ങളുടെ എണ്ണം 50 ലക്ഷത്തിലെത്തിക്കുവാനുള്ള കുടുംബശ്രീയുടെ ക്യാമ്പയിൻ. സംഘടന ശാക്തീകരണം ലക്ഷ്യമിട്ട് അയൽക്കൂട്ട അംഗങ്ങളുടെ എണ്ണം 50 ലക്ഷത്തിലെത്തിക്കുന്നതിനുള്ള കുടുംബശ്രീയുടെ ക്യാമ്പയിൻ 50+ ക്യാമ്പയിൻ. 50+ ക്യാമ്പയിൻ ആണ് സംഘടനാ ശാക്തീകരണം ലക്ഷ്യമിട്ട് അയൽക്കൂട്ട അംഗങ്ങളുടെ എണ്ണം 50 ലക്ഷത്തിലെത്തിക്കുന്നതിനുള്ള കുടുംബശ്രീയുടെ ക്യാമ്പയിൻ 50+ ക്യാമ്പയിൻ. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങളെ ചെറുക്കുവാനും അവർക്ക് ആവശ്യമായ പിന്തുണ നൽകുവാനും ലക്ഷ്യമിടുന്ന കുടുംബശ്രീയുടെ പദ്ധതി. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങളെ ചെറുക്കുവാനും അവർക്ക് ആവശ്യമായ പിന്തുണ നൽകുവാനും ലക്ഷ്യമിടുന്ന കുടുംബശ്രീയുടെ പദ്ധതി സ്നേഹിത. സ്നേഹിത എന്ന കുടുംബശ്രീ പദ്ധതിയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങളെ ചെറുക്കുവാനും അവർക്ക് ആവശ്യമായ പിന്തുണ നൽകുവാനും ലക്ഷ്യമിടുന്ന കുടുംബശ്രീയുടെ പദ്ധതി സ്നേഹിത. താക്കോൽദാര ശസ്ത്രക്രിയയിലൂടെ മൈക്ര AV ലീഡ്ലെസ് പേസ് മേക്കർ ചികിത്സ നടത്തിയ ആദ്യത്തെ സർക്കാർ മെഡിക്കൽ കോളേജ്. താക്കോൽദാര ശസ്ത്രക്രിയയിലൂടെ മൈക്ര AV ലീഡ്ലെസ് പേസ് മേക്കർ ചികിത്സ നടത്തിയ ആദ്യത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ് താക്കോൽദാര ശസ്ത്രക്രിയയിലൂടെ മൈക്ര AV ലീഡ്ലെസ് പേസ് മേക്കർ ചികിത്സ നടത്തിയ ആദ്യത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. വ്യവസായ സംരംഭകർക്ക് സൗഹാർദ്ദപരവും അനുകൂലവുമായ അന്തരീക്ഷം ഒരുക്കുന്നതിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് തുടർച്ചയായി 2ാം തവണയും രാജ്യത്ത് ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളം. വ്യവസായ സംരംഭകർക്ക് സൗഹാർദ്ദപരവും അനുകൂലവുമായ അന്തരീക്ഷം ഒരുക്കുന്നതിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് തുടർച്ചയായി 2ാം തവണയും രാജ്യത്ത് ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളം. അമേരിക്കൻ മെറിറ്റ് കൗൺസിൽ ഹിസ്റ്ററി മാൻ ഓഫ് ഇന്ത്യ എന്ന ബഹുമതി നൽകി ആദരിച്ച ചിത്രകലയുടെ അരങ്ങിലെ ആവിഷ്കാരമായ വരയരങ്ങ് എന്ന തനത് കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് കൂടിയായ മലയാളി ജിതേഷ് ജി. ജിതേഷ് ജിയാണ് അമേരിക്കൻ മെറിറ്റ് കൗൺസിൽ ഹിസ്റ്ററി മാൻ ഓഫ് ഇന്ത്യ എന്ന ബഹുമതി നൽകി ആദരിച്ച ചിത്രകലയുടെ അരങ്ങിലെ ആവിഷ്കാരമായ വരയരങ്ങ് എന്ന തനത് കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് കൂടിയായ മലയാളിയാണ് ജിതേഷ് ജി. മലയാളം കലിഗ്രഫി രംഗത്ത് പ്രമുഖനായ ഏത് വ്യക്തിയാണ് വേൾഡ് കലിഗ്രഫി അസോസിയേഷന്റെ ഓണററി ഡയറക്ടറായി നിയമിക്കപ്പെട്ടത്? ഈ സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ കൂടിയാണ് അദ്ദേഹം. നാരായണ ഭട്ടതിരി. നാരായണ ഭട്ടതിരിയാണ് വേൾഡ് കാലിഗ്രാഫി അസോസിയേഷന്റെ ഓണററി ഡയറക്ടറായി നിയമിക്കപ്പെട്ടത്. ഈ സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ കൂടിയാണ് നാരായണ ഭട്ടതിരി. യാത്രക്കിടയിൽ കേരളത്തിൽ എവിടെയും തൊട്ടടുത്ത് വൃത്തിയുള്ള ഒരു ശുചിമുറി കണ്ടെത്താൻ വേണ്ടി രൂപകൽപ്പന ചെയ്ത ആപ്പ്. യാത്രക്കിടയിൽ കേരളത്തിൽ എവിടെയും തൊട്ടടുത്ത് വൃത്തിയുള്ള ഒരു ശുചിമുറി കണ്ടെത്തുവാൻ വേണ്ടി രൂപകൽപ്പന ചെയ്ത ആപ്പ് ക്ലൂ ആപ്പ്. ക്ലൂ ആപ്പാണ് യാത്രക്കിടയിൽ കേരളത്തിൽ എവിടെയും തൊട്ടടുത്ത് വൃത്തിയുള്ള ഒരു ശുചിമുറി കണ്ടെത്തുവാൻ വേണ്ടി രൂപകൽപ്പന ചെയ്ത ആപ്പാണ് ക്ലൂ ആപ്പ്. ബസിന്റെ തത്സമയ സഞ്ചാരപാത കണ്ടെത്താനും ഡിജിറ്റൽ ഇടപാടുകൾ നടത്തുന്നതിനും മറ്റുമുള്ള KSRTCയുടെ മൊബൈൽ ആപ്പ് ചലോ ആപ്പ്. ചലോ ആപ്പാണ് ബസിന്റെ തത്സമയ സഞ്ചാരപാത കണ്ടെത്താനും ഡിജിറ്റൽ ഇടപാടുകൾ നടത്തുന്നതിനും മറ്റുമുള്ള KSRTCയുടെ മൊബൈൽ ആപ്പ് ചലോ ആപ്പ്. കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനത്തിന് ഉപയോഗിച്ച ആപ്പ് ക്യൂഫീൽഡ് ആപ്പ്.
കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനത്തിന് ഉപയോഗിച്ച ആപ്പാണ് ക്യൂഫീൽഡ് ആപ്പ്. മെഡിക്കൽ ഷോപ്പിൽ രജിസ്ട്രേഡ് ഫാർമസിസ്റ്റ് അല്ലാത്തവർ മരുന്ന് വിൽക്കുന്നത് തടയാൻ ആരംഭിച്ച ആപ്പ് കോമ്പൗണ്ടർ ആപ്പാണ് മെഡിക്കൽ ഷോപ്പിൽ രജിസ്ട്രേഡ് ഫാർമസിസ്റ്റ് അല്ലാത്തവർ മരുന്ന് വിൽക്കുന്നത് തടയാൻ ആരംഭിച്ച ആപ്പ് കോമ്പൗണ്ടർ. ലോകത്തിന്റെ ഏത് കോണിലും ഇരുന്ന മൊബൈൽ ഫോണിലൂടെ കോടതി വ്യവഹാരങ്ങൾ അറിയുവാൻ പുറത്തിറക്കിയ ആപ്പ് കോർട്ട് ക്ലിക്ക് എന്ന ആപ്പാണ് ലോകത്തിന്റെ ഏത് കോണിലും ഇരുന്ന മൊബൈൽ ഫോണിലൂടെ കോടതി വ്യവഹാരങ്ങൾ അറിയാൻ പുറത്തിറക്കിയ ആപ്പ് കോർട്ട് ക്ലിക്ക്. സ്കൂൾ കുട്ടികളുടെ ഹാജർ നില, പഠന വിവരങ്ങൾ, പഠന പുരോഗതി, പാഠ്യേതര പ്രവർത്തനങ്ങൾ അറിയുന്നതിന് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പൊതുജനങ്ങൾക്കുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ ആപ്പ് സമ്പൂർണ്ണ പ്ലസ് എന്ന ആപ്ലിക്കേഷനാണ് സ്കൂൾ കുട്ടികളുടെ ഹാജർ നില, പഠന വിവരങ്ങൾ, പഠന പുരോഗതി, പാഠ്യേതര പ്രവർത്തനങ്ങൾ അറിയുന്നതിന് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പൊതുജനങ്ങൾക്കുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ ആപ്പ് സമ്പൂർണ്ണ പ്ലസ്. ട്രാൻസ് ദമ്പതികളുടെ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛൻ, അമ്മ എന്നതിന് പകരം രക്ഷിതാക്കൾ എന്ന് ചേർക്കണമെന്ന് വിധി പ്രഖ്യാപിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ് ട്രാൻസ് ദമ്പതികളുടെ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛൻ, അമ്മ എന്നതിന് പകരം രക്ഷിതാക്കൾ എന്ന് ചേർക്കണമെന്ന് വിധി പ്രഖ്യാപിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതി. കേസന്വേഷണത്തിനായി വ്യക്തികളെ കാരണമറിയിക്കാതെ അറസ്റ്റ് ചെയ്യുന്നത് മൗലികാവകാശ ലംഘനമാണെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതി. കേസന്വേഷണത്തിനായി വ്യക്തികളെ കാരണമറിയിക്കാതെ അറസ്റ്റ് ചെയ്യുന്നത് മൗലികാവകാശ ലംഘനമാണെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതി. കേരള സർവകലാശാലയിലെ അക്വാറ്റിക് ബയോളജി ആൻഡ് ഫിഷറീസ് വകുപ്പിൽ ഗവേഷകനായ ഡോക്ടർ സ്മൃതിരാജ്, കുഫോസ് വൈസ് ചാൻസലർ ഡോക്ടർ ബിജുകുമാർ എന്നിവർ പശ്ചിമഘട്ടത്തിൽ കണ്ടെത്തിയ പുതിയ 2 ഇനം ശുദ്ധജല ഞണ്ടുകൾ ഏതൊക്കെയാണ്? പിലാർട്ട വാമൻ, കാസർഗോഡിയ ഷീബെ. ഗവിയിൽ നിന്നും കണ്ടെത്തിയ പിലാർട്ട വാമൻ, റാണിപുരത്ത് നിന്ന് കണ്ടെത്തിയ കാസർഗോഡിയ ഷീബെ എന്നിവയാണ് കേരള സർവകലാശാലയിലെ അക്വാറ്റിക് ബയോളജി ആൻഡ് ഫിഷറീസ് വകുപ്പിൽ ഗവേഷകനായ ഡോക്ടർ സ്മൃതിരാജ്, കുഫോസ് വൈസ് ചാൻസലർ ഡോക്ടർ ബിജുകുമാർ എന്നിവർ പശ്ചിമഘട്ടത്തിൽ കണ്ടെത്തിയ പുതിയ 2 ഇനം ശുദ്ധജല ഞണ്ടുകൾ പിലാർട്ട വാമൻ, കാസർഗോഡിയ ഷീബെ. Booking.com തയ്യാറാക്കിയ ലോകമെമ്പാടുമുള്ള യാത്രക്കാർ നിർബന്ധമായും കണ്ടിരിക്കേണ്ട മികച്ച 10 ട്രെൻഡിംഗ് ട്രാവൽ ഡെസ്റ്റിനേഷനുകളുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ സ്ഥലം കൊച്ചിയാണ്. Booking.com തയ്യാറാക്കിയ ലോകമെമ്പാടുമുള്ള യാത്രക്കാർ നിർബന്ധമായും കണ്ടിരിക്കേണ്ട മികച്ച 10 ട്രെൻഡിംഗ് ട്രാവൽ ഡെസ്റ്റിനേഷനുകളുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ സ്ഥലം കൊച്ചി. കേരള തീരത്തോട് ചേർന്ന് അറബിക്കടലിൽ കണ്ടെത്തിയ യൂറോപ്യൻ, മെഡിറ്ററേനിയൻ സമുദ്രങ്ങളിൽ മാത്രമുള്ള അപൂർവ ഇനം കടൽ അട്ട പോണ്ടോഡെല്ല മുരിക്കേറ്റ എന്ന അട്ടയാണ് കേരള തീരത്തോട് ചേർന്ന് അറബിക്കടലിൽ കണ്ടെത്തിയ യൂറോപ്യൻ, മെഡിറ്ററേനിയൻ സമുദ്രങ്ങളിൽ മാത്രമുള്ള അപൂർവ ഇനം കടൽ അട്ട പോണ്ടാഡെല്ലോ മുരിക്കേറ്റ. അപകടവേളയിൽ ഭീഷണിയുടെ രീതിയിൽ പ്രതികരണം നടത്തുന്ന ഇരുനിറ തവളയെ ഇന്ത്യയുടെ തവള മനുഷ്യൻ എന്നറിയപ്പെടുന്ന മലയാളിയായ ഡോക്ടർ സത്യഭാമ ദാസ് ബിജുവിന്റെ നേതൃത്വത്തിലുള്ള ഡൽഹി യൂണിവേഴ്സിറ്റി സംഘം കണ്ടെത്തിയത് എവിടെ വെച്ചാണ്? ശിരുവാണി. പശ്ചിമഘട്ടത്തിലെ ശിരുവാണി വനമേഖലയിൽ നിന്നാണ് അപകടവേളയിൽ ഭീഷണിയുടെ രീതിയിൽ പ്രതികരണം നടത്തുന്ന ഇരുനിറ തവളയെ ഇന്ത്യയുടെ തവള മനുഷ്യൻ എന്നറിയപ്പെടുന്ന മലയാളിയായ ഡോക്ടർ സത്യഭാമ ദാസ് ബിജുവിന്റെ നേതൃത്വത്തിലുള്ള ഡൽഹി യൂണിവേഴ്സിറ്റി സംഘം കണ്ടെത്തിയത് ശിരുവാണി വനത്തിൽ വെച്ചാണ്. അയ്യപ്പൻ തീയാട്ട് എന്ന അനുഷ്ഠാന കലയിൽ ആദ്യമായി അരങ്ങേറ്റം കുറിച്ച വനിത. അയ്യപ്പൻ തീയാട്ട് എന്ന അനുഷ്ഠാന കലയിൽ ആദ്യമായി അരങ്ങേറ്റം കുറിച്ച വനിത RLV ആര്യാദേവിയാണ്. അയ്യപ്പൻ തീയാട്ട് എന്ന അനുഷ്ഠാന കലയിൽ ആദ്യമായി അരങ്ങേറ്റം കുറിച്ച വനിത RLV ആര്യാദേവി. ക്യാൻസർ രോഗികൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്രയൊരുക്കുന്ന പദ്ധതി ഹാപ്പി ലോങ് ലൈഫ് എന്ന പദ്ധതിയാണ് ക്യാൻസർ രോഗികൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്രയൊരുക്കുന്ന പദ്ധതി ഹാപ്പി ലോങ് ലൈഫ്. ക്യാൻസർ പ്രതിരോധത്തിനും ബോധവൽക്കരണത്തിനും ചികിത്സയ്ക്കുമായി
സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ജനകീയ പ്രതിരോധ ക്യാമ്പയിൻ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ക്യാമ്പയിനാണ് ക്യാൻസർ പ്രതിരോധത്തിനും ബോധവൽക്കരണത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ജനകീയ പ്രതിരോധ ക്യാമ്പയിൻ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ജനകീയ ക്യാമ്പയിന്റെ ഗുഡ്വിൽ അംബാസഡർ ആരാണ്? മഞ്ജു വാര്യർ. മഞ്ജു വാര്യർ ആണ് ആരോഗ്യമാനന്ദം അകറ്റാം അർബുദം എന്ന ജനകീയ ക്യാമ്പയിന്റെ ഗുഡ്വിൽ അംബാസിഡർ. മഞ്ജു വാര്യർ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ മരിച്ചവരെ സംസ്കരിച്ച പുത്തുമലയിലെ ശ്മശാന ഭൂമി അറിയപ്പെടുന്നത്? ജൂലൈ 30 ഹൃദയഭൂമി. ജൂലൈ 30 ഹൃദയഭൂമി എന്നാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ മരിച്ചവരെ സംസ്കരിച്ച പുത്തുമലയിലെ ശ്മശാന ഭൂമി അറിയപ്പെടുന്നത്. ജൂലൈ 30 ഹൃദയഭൂമി. ബ്ലേഡ് പലിശക്കാർക്കെതിരെ കേരള പോലീസ് നടത്തിയ ഓപ്പറേഷൻ ഷൈലോക്ക്. ബ്ലേഡ് പലിശക്കാർക്കെതിരെ കേരള പോലീസ് നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഷൈലോക്ക്. ജനങ്ങൾക്ക് സുരക്ഷിതവും ഫലപ്രാപ്തിയുള്ളതും ഗുണനിലവാരമുള്ളതുമായ മരുന്നുകളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് നടത്തുന്ന പരിശോധനയ്ക്ക് നൽകിയ പേര് ഓപ്പറേഷൻ സൗന്ദര്യ. ഓപ്പറേഷൻ സൗന്ദര്യ എന്നാണ് ജനങ്ങൾക്ക് സുരക്ഷിതവും ഫലപ്രാപ്തിയുള്ളതും ഗുണനിലവാരമുള്ളതുമായ മരുന്നുകളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് നടത്തുന്ന പരിശോധനയ്ക്ക് നൽകിയ പേര് ഓപ്പറേഷൻ സൗന്ദര്യ. സർക്കാർ ഉദ്യോഗസ്ഥരിലെ അഴിമതിക്കാരെ പിടികൂടാൻ വിജിലൻസ് ആരംഭിച്ച ഓപ്പറേഷന് നൽകിയ പേര് ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ്. ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ് എന്നാണ് സർക്കാർ ഉദ്യോഗസ്ഥരിലെ അഴിമതിക്കാരെ പിടികൂടാൻ വിജിലൻസ് ആരംഭിച്ച ഓപ്പറേഷന് നൽകിയ പേര് ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ്. അഴിമതി കണ്ടെത്തുന്നതിനായി സംസ്ഥാന വ്യാപകമായി സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ വിജിലൻസ് വിഭാഗം നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ്. ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ് എന്നാണ് അഴിമതി കണ്ടെത്തുന്നതിനായി സംസ്ഥാന വ്യാപകമായി സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ വിജിലൻസ് വിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ്. വർദ്ധിച്ചുവരുന്ന ലഹരിമരുന്ന് വ്യാപനം തടയാൻ സംസ്ഥാന വ്യാപകമായി എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ്. ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് എന്നാണ് വർദ്ധിച്ചുവരുന്ന ലഹരിമരുന്ന് വ്യാപനം തടയാൻ സംസ്ഥാന വ്യാപകമായി എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ്. സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ക്ലീൻ വീൽസ്. ഓപ്പറേഷൻ ക്ലീൻ വീൽസ് എന്നാണ് സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ ക്ലീൻ വീൽസ്. വനം വകുപ്പിൽ നടക്കുന്ന അഴിമതിയും ക്രമക്കേടുകളും കണ്ടെത്തുന്നതിനുള്ള വിജിലൻസ് പരിശോധന. വനം വകുപ്പിൽ നടക്കുന്ന അഴിമതിയും ക്രമക്കേടുകളും കണ്ടെത്തുന്നതിനുള്ള വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ വനരക്ഷ. ഓപ്പറേഷൻ വനരക്ഷ എന്നാണ് വനം വകുപ്പിൽ നടക്കുന്ന അഴിമതിയും ക്രമക്കേടുകളും കണ്ടെത്തുന്നതിനുള്ള വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ വനരക്ഷ. വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം ഉറപ്പാക്കുവാനും മായം ചേർത്ത എണ്ണയുടെ വിൽപ്പന തടയുവാനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധന ഓപ്പറേഷൻ നാളികേര. ഓപ്പറേഷൻ നാളികേര എന്നാണ് വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം ഉറപ്പാക്കുവാനും മായം ചേർത്ത എണ്ണയുടെ വിൽപ്പന തടയുവാനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധന ഓപ്പറേഷൻ നാളികേര. സംസ്ഥാനത്ത് ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നവരുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ റെയിൽവേ പോലീസും ലോക്കൽ പോലീസും ചേർന്ന് ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ രക്ഷിത. ഓപ്പറേഷൻ രക്ഷിത ആണ് സംസ്ഥാനത്തെ ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നവരുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ റെയിൽവേ പോലീസും ലോക്കൽ പോലീസും ചേർന്ന് ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ രക്ഷിത. ഭൂട്ടാൻ വഴി ആഡംബര കാറുകൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിലെത്തിച്ച് മറിച്ചു വിൽക്കുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്ന് കസ്റ്റംസ് രാജ്യവ്യാപകമായി നടത്തിയ ഓപ്പറേഷന് നൽകിയ പേര് ഓപ്പറേഷൻ നുംകോർ. ഓപ്പറേഷൻ നുംകോർ ആണ് ഭൂട്ടാൻ വഴി ആഡംബര കാറുകൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിലെത്തിച്ച് മറിച്ചു വിൽക്കുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്ന് കസ്റ്റംസ് രാജ്യവ്യാപകമായി നടത്തിയ ഓപ്പറേഷന് നൽകിയ പേരാണ് ഓപ്പറേഷൻ നുംകോർ. ഓപ്പറേഷൻ നുംകോറിലെ നുംകോർ എന്നതിന്റെ ഭൂട്ടാനീസ് ഭാഷയിലെ അർത്ഥം എന്താണ്?
വാഹനം. ഓപ്പറേഷൻ നുംകോറിലെ നുംകോർ എന്നതിന്റെ ഭൂട്ടാനീസ് ഭാഷയിലെ അർത്ഥം വാഹനം എന്നാണ്. 2023 സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം നേടിയ പോലീസ് സ്റ്റേഷൻ തലശ്ശേരി പോലീസ് സ്റ്റേഷൻ. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ് 2023 സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം നേടിയ പോലീസ് സ്റ്റേഷൻ തലശ്ശേരി പോലീസ് സ്റ്റേഷൻ. 2024 സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം നേടിയ പോലീസ് സ്റ്റേഷൻ മുഹമ്മ പോലീസ് സ്റ്റേഷൻ. ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ പോലീസ് സ്റ്റേഷനാണ് 2024 സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം നേടിയ പോലീസ് സ്റ്റേഷൻ മുഹമ്മ പോലീസ് സ്റ്റേഷൻ. കേരളത്തിൽ എവിടെയാണ് ഇന്ത്യ റിസർവ് പോലീസിന്റെ പുതിയ ബറ്റാലിയൻ സ്ഥാപിക്കുന്നത്? കോട്ടുക്കൽ. കൊല്ലം ജില്ലയിലെ കോട്ടുക്കലിലാണ് കേരളത്തിൽ ഇന്ത്യ റിസർവ് പോലീസിന്റെ പുതിയ ബറ്റാലിയൻ സ്ഥാപിക്കുന്നത്. കോട്ടുക്കൽ, കൊല്ലം ജില്ലയിലെ കോട്ടുക്കൽ. സിവിൽ വ്യവഹാരങ്ങളിലും ഗുരുതരമല്ലാത്ത ക്രിമിനൽ തർക്കങ്ങളിലും അതിവേഗം നീതി ലഭ്യമാക്കാനുള്ള കേരള പോലീസിന്റെ പദ്ധതിയുടെ പേര് സമയം. സമയം എന്നാണ് സിവിൽ വ്യവഹാരങ്ങളിലും ഗുരുതരമല്ലാത്ത ക്രിമിനൽ തർക്കങ്ങളിലും അതിവേഗം നീതി ലഭ്യമാക്കാനുള്ള കേരള പോലീസിന്റെ പദ്ധതിയുടെ പേരാണ് സമയം. കേരള കലാമണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ആദ്യ മലയാളി നൃത്താധ്യാപകനായി നിയമനം ലഭിച്ച നർത്തകൻ RLV രാമകൃഷ്ണൻ. കലാഭവൻ മണിയുടെ സഹോദരനായ RLV രാമകൃഷ്ണനാണ് കേരള കലാമണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ആദ്യ മലയാളി നൃത്താധ്യാപകനായി നിയമനം ലഭിച്ച നർത്തകൻ RLV രാമകൃഷ്ണൻ. ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സുവോളജിക്കൽ പാർക്ക് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. തൃശൂർ ജില്ലയിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സുവോളജിക്കൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യ ഡിസൈനർ സുവോളജിക്കൽ പാർക്ക് കൂടിയാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്ക് കൂടിയാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ അതിജീവിച്ച സ്ത്രീകൾ ചേർന്ന് രൂപീകരിച്ച ലൈഫ് ലൈൻ വയനാട് എന്ന കൂട്ടായ്മ നിർമ്മിക്കുന്ന ബാഗിന് നൽകിയ പേര് ബെയ്ലി. ബെയ്ലി എന്നാണ് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ അതിജീവിച്ച സ്ത്രീകൾ ചേർന്ന് രൂപീകരിച്ച ലൈഫ് ലൈൻ വയനാട് എന്ന കൂട്ടായ്മ നിർമ്മിക്കുന്ന ബാഗിന് നൽകിയിരിക്കുന്ന പേര് ബെയ്ലി. ബെയ്ലി പാലത്തെ അനുസ്മരിച്ചാണ് ബാഗുകൾക്ക് ബെയ്ലി എന്ന പേര് നൽകിയിരിക്കുന്നത്. 2025 ജൂലൈ 21 അന്തരിച്ച കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ. VS അച്യുതാനന്ദനാണ് 2025 ജൂലൈ 21 അന്തരിച്ച കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ. മുഴുവൻ പേര് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്നാണ്. 2024 മെയ് മാസം അന്തരിച്ച ചക്ര കസേരയിലിരുന്ന് നാടിനാകെ അക്ഷര വെളിച്ചം പകർന്ന പ്രശസ്ത മലയാളി സാക്ഷരതാ പ്രവർത്തക KV റാബിയ. KV റാബിയയാണ് 2024 മെയ് മാസം അന്തരിച്ച ചക്ര കസേരയിലിരുന്ന് നാടിനാകെ അക്ഷര വെളിച്ചം പകർന്ന പ്രശസ്ത മലയാളി സാക്ഷരതാ പ്രവർത്തക KV റാബിയ. KV റാബിയയുടെ ആത്മകഥയുടെ പേരാണ് സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട്. KV റാബിയയുടെ ആത്മകഥയുടെ പേര് സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട്. അടുത്തിടെ അന്തരിച്ച മലബാറിൽ നിന്നുള്ള മുസ്ലിം വിഭാഗത്തിലെ ആദ്യ വനിതാ MLA കാനത്തിൽ ജമീല. കേരള നിയമസഭയിൽ അംഗമായിരിക്കെ അന്തരിച്ച ആദ്യ വനിത കൂടിയാണ് കാനത്തിൽ ജമീല. കൊയിലാണ്ടി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചാണ് കാനത്തിൽ ജമീല കേരള നിയമസഭയിലെത്തിയത്. അപ്പോൾ അടുത്തിടെ അന്തരിച്ച മലബാറിൽ നിന്നുള്ള മുസ്ലിം വിഭാഗത്തിലെ ആദ്യ വനിതാ MLA ആണ് കാനത്തിൽ ജമീല. കേരള നിയമസഭയിൽ അംഗമായിരിക്കെ അന്തരിച്ച ആദ്യ വനിത കൂടിയാണ് കാനത്തിൽ ജമീല. 2025 ജനുവരിയിൽ അന്തരിച്ച സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ വ്യക്തി KS മണിലാൽ. അതുപോലെ തന്നെ ഹോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്ത വ്യക്തി കൂടിയാണ് KS മണിലാൽ. 2025 ജനുവരിയിൽ അന്തരിച്ച സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ വ്യക്തിയാണ് KS മണിലാൽ. അതുപോലെ തന്നെ ഹോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്ത വ്യക്തി കൂടിയാണ് KS മണിലാൽ. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച മോപ്പസാങ് വാലത്ത് ഏത് മേഖലയിലായിരുന്നു പ്രശസ്തൻ? ചിത്രകാരൻ.
2025 ഫെബ്രുവരിയിൽ അന്തരിച്ച മോപ്പസാങ് ബാലത്ത് ഏത് മേഖലയിലായിരുന്നു പ്രശസ്തൻ? ചിത്രകാരൻ. ലോലൻ എന്ന ഒറ്റ കഥാപാത്രം കൊണ്ട് മലയാള കാർട്ടൂൺ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച അന്തരിച്ച കാർട്ടൂണിസ്റ്റ് ചെല്ലന്റെ ശരിയായ പേര്? ടി.പി. ഫിലിപ്പ്. ടി.പി. ഫിലിപ്പ് എന്നാണ് ലോലൻ എന്ന ഒറ്റ കഥാപാത്രം കൊണ്ട് മലയാള കാർട്ടൂൺ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച അന്തരിച്ച കാർട്ടൂണിസ്റ്റ് ചെല്ലന്റെ ശരിയായ പേര്? ടി.പി. ഫിലിപ്പ്. എഴുത്തുകാരനും ചിന്തകനും സാഹിത്യ വിമർശകനും അധ്യാപകനുമായിരുന്ന പ്രൊഫസർ എം.കെ. സാനു അന്തരിച്ചത് എന്നാണ്? 2025 ഓഗസ്റ്റ് 2-ന്. 2025 ഓഗസ്റ്റ് 2-നാണ് എഴുത്തുകാരനും ചിന്തകനും സാഹിത്യ വിമർശകനും അധ്യാപകനുമായിരുന്ന പ്രൊഫസർ എം.കെ. സാനു അന്തരിച്ചത്. 2025 ഓഗസ്റ്റ് 2-ന്. മംഗലത്ത് കേശവൻ സാനു എന്നതാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. പ്രൊഫസർ എം.കെ. സാനുവിന്റെ ആത്മകഥ കർമ്മഗതി. കർമ്മഗതി എന്നാണ് പ്രൊഫസർ എം.കെ. സാനുവിന്റെ ആത്മകഥയുടെ പേര്. കർമ്മഗതി. 2025 50-ാം ചരമവാർഷികം ആചരിക്കപ്പെടുന്ന മലയാളത്തിന്റെ പ്രിയ കവിയും ഗാനരചയിതാവുമായ വ്യക്തി? വയലാർ രാമവർമ്മ. വയലാർ രാമവർമ്മയാണ് 2025 50-ാം ചരമവാർഷികം ആചരിക്കപ്പെടുന്ന മലയാളത്തിന്റെ പ്രിയ കവിയും ഗാനരചയിതാവുമായ വ്യക്തി? വയലാർ രാമവർമ്മ. 2025 മാർച്ച് 1-ന് അന്തരിച്ച പ്രശസ്ത സിനിമാ ഗാന രചയിതാവ്? 2025 മാർച്ച് 1-ന് അന്തരിച്ച പ്രശസ്ത സിനിമാ ഗാന രചയിതാവ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. മങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ് 2025 മാർച്ച് 1-ന് അന്തരിച്ച പ്രശസ്ത സിനിമാ ഗാന രചയിതാവ്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. 2025 ജനുവരി 25-ന് അന്തരിച്ച പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ? ഡോക്ടർ കെ എം ചെറിയാൻ. ഡോക്ടർ കെ എം ചെറിയാനാണ് 2025 ജനുവരി 25-ന് അന്തരിച്ച പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ? ഡോക്ടർ കെ എം ചെറിയാൻ. ഇന്ത്യയിലെ ആദ്യത്തെ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ? ഇന്ത്യയിലെ ആദ്യത്തെ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ? ഡോക്ടർ കെ എം ചെറിയാൻ. ഡോക്ടർ കെ എം ചെറിയാനാണ് ഇന്ത്യയിലെ ആദ്യത്തെ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ? ഡോക്ടർ കെ എം ചെറിയാൻ. 2025 മാർച്ചിൽ അന്തരിച്ച വൃക്ക ശസ്ത്രക്രിയയിൽ ഇന്ത്യയിലെ തന്നെ അതിവിദഗ്ധനായ ഡോക്ടർ? ഡോക്ടർ ജോർജ് പി എബ്രഹാം. ഡോക്ടർ ജോർജ് പി എബ്രഹാമാണ് 2025 മാർച്ചിൽ അന്തരിച്ച വൃക്ക ശസ്ത്രക്രിയയിൽ ഇന്ത്യയിലെ തന്നെ അതിവിദഗ്ധനായ ഡോക്ടർ? ഡോക്ടർ ജോർജ് പി എബ്രഹാം. 2025 ഏപ്രിലിൽ അന്തരിച്ച ഇന്ത്യയിലെ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്ത ഹൃദയാരോഗ്യ വിദഗ്ധൻ? ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ. ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കലാണ് 2025 ഏപ്രിലിൽ അന്തരിച്ച ഇന്ത്യയിലെ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്ത ഹൃദയാരോഗ്യ വിദഗ്ധൻ? ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ. സ്വതന്ത്ര ഇന്ത്യയിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആദ്യ പത്രാധിപർ എന്ന ബഹുമതിക്ക് ഇരയായ ഏത് പത്രപ്രവർത്തകനാണ് 2025 ഒക്ടോബറിൽ അന്തരിച്ചത്? ടി.ജെ.എസ്. ജോർജ്. ടി.ജെ.എസ്. ജോർജ് ആണ് സ്വതന്ത്ര ഇന്ത്യയിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആദ്യ പത്രാധിപർ. 2025 ഒക്ടോബറിലാണ് അദ്ദേഹം അന്തരിച്ചത്. തയ്യിൽ ജേക്കബ് സോണി ജോർജ് എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. 2025 ഏപ്രിൽ 25-ന് അന്തരിച്ച മുൻ ISRO ചെയർമാൻ? 2025 ഏപ്രിൽ 25-ന് അന്തരിച്ച മുൻ ISRO ചെയർമാൻ കെ കസ്തൂരി രംഗൻ. കെ കസ്തൂരി രംഗനാണ് 2025 ഏപ്രിൽ 25-ന് അന്തരിച്ച മുൻ ISRO ചെയർമാൻ കെ കസ്തൂരി രംഗൻ. 2025 ഏപ്രിൽ 26-ന് അന്തരിച്ച ചരിത്രകാരനും എഴുത്തുകാരനും ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ മുൻ അധ്യക്ഷനുമായ വ്യക്തി? ഡോക്ടർ MGS നാരായണൻ. ഡോക്ടർ MGS നാരായണനാണ് 2025 ഏപ്രിൽ 26-ന് അന്തരിച്ച ചരിത്രകാരനും എഴുത്തുകാരനും ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ മുൻ അധ്യക്ഷനുമായിരുന്ന വ്യക്തി? ഡോക്ടർ MGS നാരായണൻ.
അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് ജാലകങ്ങൾ ഒരു ചരിത്രാന്വേഷിയുടെ വഴികൾ കാഴ്ചകൾ. ജാലകങ്ങൾ ഒരു ചരിത്രാന്വേഷിയുടെ വഴികൾ കാഴ്ചകൾ എന്നത് ഡോക്ടർ MGS നാരായണന്റെ ആത്മകഥയാണ്. അടുത്തിടെ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ വനിതാ ഫോറൻസിക് സർജൻ ഡോക്ടർ ഷെർലി വാസു. ഡോക്ടർ ഷെർലി വാസുവാണ് അടുത്തിടെ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ വനിതാ ഫോറൻസിക് സർജൻ ഡോക്ടർ ഷെർലി വാസു. 2025 ഓഗസ്റ്റിൽ അന്തരിച്ച പീരുമേട് MLA വാഴൂർ സോമൻ. വാഴൂർ സോമനാണ് 2025 ഓഗസ്റ്റിൽ അന്തരിച്ച പീരുമേട് MLA വാഴൂർ സോമൻ. 2025 ജനുവരിയിൽ അന്തരിച്ച മുൻ മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ വ്യക്തി S. ജയചന്ദ്രൻ നായർ. S. ജയചന്ദ്രൻ നായരാണ് 2025 ജനുവരിയിൽ അന്തരിച്ച മുൻ മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ വ്യക്തി S. ജയചന്ദ്രൻ നായർ. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് എന്റെ പ്രദക്ഷിണ വഴികൾ. S. ജയചന്ദ്രൻ നായരുടെ ആത്മകഥയുടെ പേരാണ് എന്റെ പ്രദക്ഷിണ വഴികൾ. കേരളത്തിൽ ചികിത്സയിലിരിക്കെ അന്തരിച്ച കെനിയയുടെ മുൻ പ്രധാനമന്ത്രി റെയില ഒഡിംഗ. റെയില ഒഡിംഗയാണ് കേരളത്തിൽ ചികിത്സയിലിരിക്കെ അന്തരിച്ച കെനിയയുടെ മുൻ പ്രധാനമന്ത്രി റെയില ഒഡിംഗ. ഏത് കേരള നവോത്ഥാന നായകന്റെ 200ാമത് ജന്മവാർഷികമാണ് 2025 ജനുവരിയിൽ ആചരിച്ചത്? ഏത് കേരള നവോത്ഥാന നായകന്റെ 200ാമത് ജന്മവാർഷികമാണ് 2025 ജനുവരിയിൽ ആചരിച്ചത്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ 200ാമത് ജന്മവാർഷികമാണ് 2025 ജനുവരിയിൽ ആചരിച്ചത്. കേരളത്തിലെ രണ്ടാമത്തെ മെട്രോ റെയിൽ പദ്ധതി വരുന്ന നഗരം തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ രണ്ടാമത്തെ മെട്രോ റെയിൽ പദ്ധതി വരുന്ന നഗരം തിരുവനന്തപുരം ജില്ല. മഹാത്മാഗാന്ധിയുടെയും ശ്രീനാരായണ ഗുരുവിന്റെയും കൂടിക്കാഴ്ചയുടെ എത്രാമത് വാർഷികമാണ് 2025 ആഘോഷിച്ചത്? 100ാമത് വാർഷികം. മഹാത്മാഗാന്ധിയുടെയും ശ്രീനാരായണ ഗുരുവിന്റെയും കൂടിക്കാഴ്ചയുടെ 100ാമത് വാർഷികമാണ് 2025 ആഘോഷിച്ചത്. 100ാമത് വാർഷികം. സംസ്ഥാനത്തെ സർക്കാർ വാഹനങ്ങൾക്കായി അവതരിപ്പിച്ച പുതിയ രജിസ്ട്രേഷൻ കോഡ് KL90. KL90 എന്നതാണ് സംസ്ഥാനത്തെ സർക്കാർ വാഹനങ്ങൾക്കായി അവതരിപ്പിച്ച പുതിയ രജിസ്ട്രേഷൻ കോഡ് KL90. സുവർണ ജൂബിലി ആഘോഷിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ കേരള ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡിന്റെ ആസ്ഥാനം എവിടെയാണ്? കലവൂർ. ആലപ്പുഴ ജില്ലയിലെ കലവൂർ ആണ് സുവർണ ജൂബിലി ആഘോഷിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ കേരള ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡിന്റെ ആസ്ഥാനം. കലവൂർ, ആലപ്പുഴ ജില്ലയിലെ കലവൂർ. 2025 രജത ജൂബിലി ആഘോഷിച്ച കേരളത്തിലെ സ്ഥാപനമായ കിഫ്ബിയുടെ പൂർണ്ണ രൂപം? കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്, കിഫ്ബി. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് എന്നതാണ് 2025 രജത ജൂബിലി ആഘോഷിച്ച കേരളത്തിലെ സ്ഥാപനമായ കിഫ്ബിയുടെ പൂർണ്ണ രൂപം. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടി നടന്നത് എവിടെയാണ്? ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടി നടന്നത് എവിടെയാണ്? കൊച്ചി. കൊച്ചിയിലാണ് ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടി നടന്നത്, കൊച്ചിയിൽ. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം നടന്ന ജില്ല? പാലക്കാട്. പാലക്കാട് ജില്ലയിലാണ് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം നടന്നത്, പാലക്കാട് ജില്ലയിൽ. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കലാകിരീടം നേടിയ ജില്ല? തൃശൂർ. തൃശൂർ ജില്ലയാണ് 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കലാകിരീടം നേടിയ ജില്ല, തൃശൂർ. വേദി തിരുവനന്തപുരം ജില്ലയായിരുന്നു. 2025 ജൂണിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന കേരളത്തിലെ നിയമസഭാ മണ്ഡലം? നിലമ്പൂർ. 2025 ജൂണിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന കേരളത്തിലെ നിയമസഭാ മണ്ഡലമാണ് നിലമ്പൂർ. നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ആരാണ്? ആര്യാടൻ ഷൗക്കത്ത്. ആര്യാടൻ ഷൗക്കത്താണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്, ആര്യാടൻ ഷൗക്കത്ത്.
ഇന്ത്യയിൽ ആദ്യമായി കടൽ മണൽ ഖനനം ആരംഭിക്കുന്ന ജില്ല. ഇന്ത്യയിൽ ആദ്യമായി കടൽ മണൽ ഖനനം ആരംഭിക്കുന്ന ജില്ല കൊല്ലം. കൊല്ലം ജില്ലയിലാണ് ഇന്ത്യയിൽ ആദ്യമായി കടൽ മണൽ ഖനനം ആരംഭിക്കുന്നത്. കൊല്ലം ജില്ലയിൽ. ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നതാണ് ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കാനായി ലോക പരിസ്ഥിതി ദിനമായ ജൂൺ 5 ആരംഭിച്ച ജനകീയ വൃക്ഷവൽക്കരണ ക്യാമ്പയിൻ ഒരു തൈ നടാം. ഒരു തൈ നടാം എന്ന ക്യാമ്പയിനാണ് ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കാനായി ലോക പരിസ്ഥിതി ദിനമായ ജൂൺ 5 ആരംഭിച്ച ജനകീയ വൃക്ഷവൽക്കരണ ക്യാമ്പയിൻ ഒരു തൈ നടാം. അങ്കണവാടി കുട്ടികളുടെ ശാരീരികവും ഭൗതികവുമായ വളർച്ച പ്രായാനുസൃതമായി നിരീക്ഷിക്കാൻ വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി കുഞ്ഞൂസ് കാർഡ്. കുഞ്ഞൂസ് കാർഡ് എന്ന പദ്ധതിയാണ് അങ്കണവാടി കുട്ടികളുടെ ശാരീരികവും ഭൗതികവുമായ വളർച്ച പ്രായാനുസൃതമായി നിരീക്ഷിക്കാൻ വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി കുഞ്ഞൂസ് കാർഡ്. വനവിഭവങ്ങൾ ശേഖരിച്ച് ആദിവാസികൾക്ക് വരുമാനം നൽകുന്ന വനം വകുപ്പിന്റെ പദ്ധതി വനാമൃതം. വനാമൃതം എന്ന പദ്ധതിയാണ് വനവിഭവങ്ങൾ ശേഖരിച്ച് ആദിവാസികൾക്ക് വരുമാനം നൽകുന്ന വനം വകുപ്പിന്റെ പദ്ധതി വനാമൃതം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് മാലിന്യം ശേഖരിക്കുന്നതിനായി നൽകിയ ഇലക്ട്രിക് ട്രൈസൈക്കിൾ ഹരിതവാഹിനി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് മാലിന്യം ശേഖരിക്കുന്നതിനായി നൽകിയ ഇലക്ട്രിക് ട്രൈസൈക്കിൾ ഹരിതവാഹിനി. അതിഥി തൊഴിലാളികളുടെ മക്കളെ മുഴുവൻ അങ്കണവാടികളിലും സ്കൂളുകളിലും എത്തിക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി ആയിയെ ഏക് സാത്ത് സീക്കെ. ആയിയെ ഏക് സാത്ത് സീക്കെ എന്ന പദ്ധതിയാണ് അതിഥി തൊഴിലാളികളുടെ മക്കളെ മുഴുവൻ അങ്കണവാടികളിലും സ്കൂളിലും എത്തിക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി ആയിയെ ഏക് സാത്ത് സീക്കെ. നമുക്കൊന്നിച്ച് പഠിക്കാം എന്നതാണ് അതിന്റെ അർത്ഥം. കുടിയേറ്റ തൊഴിലാളികളുടെ 3 മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെ അങ്കണവാടികളിൽ ചേർക്കുന്നതിനും 6 വയസ്സും അതിൽ കൂടുതലുമുള്ളവരെ പൊതുവിദ്യാലയങ്ങളിലും സംയോജിപ്പിക്കുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി ജ്യോതി എന്ന കേരള സർക്കാർ പദ്ധതിയിലൂടെയാണ് കുടിയേറ്റ തൊഴിലാളികളുടെ 3 മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെ അങ്കണവാടികളിൽ ചേർക്കുന്നതിനും 6 വയസ്സും അതിൽ കൂടുതലുമുള്ളവരെ പൊതുവിദ്യാലയങ്ങളിലും സംയോജിപ്പിക്കുന്നതിനുമുള്ള കേരള സർക്കാർ പദ്ധതി ജ്യോതി. കേരളത്തിൽ ജലക്ഷാമമുള്ള പ്രദേശങ്ങളിൽ ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിലെ അമിത നിരക്കും മറിച്ചു വിൽപ്പനയും തടയാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതി സുജലം സുലഭം. സുജലം സുലഭം എന്ന പദ്ധതിയാണ് കേരളത്തിൽ ജലക്ഷാമമുള്ള പ്രദേശങ്ങളിൽ ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിലെ അമിത നിരക്കും മറിച്ചു വിൽപ്പനയും തടയാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതി സുജലം സുലഭം. പ്രസവശേഷം ആശുപത്രിയിൽ നിന്ന് കുഞ്ഞുമായി മടങ്ങുന്ന അമ്മയ്ക്ക് വൃക്ഷത്തൈ സമ്മാനമായി നൽകുന്ന ലോക പരിസ്ഥിതി ദിനത്തിൽ തുടങ്ങിയ പദ്ധതി ജീവൻ. ജീവൻ എന്ന പദ്ധതിയാണ് പ്രസവശേഷം ആശുപത്രിയിൽ നിന്ന് കുഞ്ഞുമായി മടങ്ങുന്ന അമ്മയ്ക്ക് വൃക്ഷത്തൈ സമ്മാനമായി നൽകുന്ന ലോക പരിസ്ഥിതി ദിനത്തിൽ തുടങ്ങിയ പദ്ധതി ജീവൻ. വീട്ടിലും പൊതുസമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്തി സംരക്ഷണം നൽകാൻ ലക്ഷ്യമിട്ടുള്ള കേരള സർക്കാർ പദ്ധതി സുരക്ഷാമിത്രം. സുരക്ഷാമിത്രം എന്ന പദ്ധതിയാണ് വീട്ടിലും പൊതുസമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്തി സംരക്ഷണം നൽകാൻ ലക്ഷ്യമിട്ടുള്ള കേരള സർക്കാർ പദ്ധതി സുരക്ഷാമിത്രം. കേരളത്തിൽ ആദ്യമായി ഹരിത ബജറ്റ് അവതരിപ്പിച്ച കോർപ്പറേഷൻ. കേരളത്തിൽ ആദ്യമായി ഹരിത ബജറ്റ് അവതരിപ്പിച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. തിരുവനന്തപുരം കോർപ്പറേഷനാണ് കേരളത്തിൽ ആദ്യമായി ഹരിത ബജറ്റ് അവതരിപ്പിച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. കേരളത്തിന്റെ അതിർത്തി പഞ്ചായത്തുകളിൽ വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ച് പച്ചമതിൽ തീർക്കുന്നതിനായി ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി ഗ്രീൻ ദി ഗ്യാപ്പ്.
ഗ്രീൻ ദി ഗ്യാപ്പ് എന്ന പദ്ധതിയാണ് കേരളത്തിന്റെ അതിർത്തി പഞ്ചായത്തുകളിൽ വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ച് പച്ച മതിൽ തീർക്കുന്നതിനായി ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി ഗ്രീൻ ദി ഗ്യാപ്പ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി കെ സ്മാർട്ട്. കെ സ്മാർട്ട് ആണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി കെ സ്മാർട്ട്. കെ സ്മാർട്ട് സംവിധാനം ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിൽ നിലവിൽ വന്നത് എന്നു മുതലാണ്? 2025 ഏപ്രിൽ 10. 2025 ഏപ്രിൽ 10 മുതലാണ് കെ സ്മാർട്ട് സംവിധാനം ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിൽ നിലവിൽ വന്നത്. 2025 ഏപ്രിൽ 10. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് നിലവിൽ വന്നത് എവിടെയാണ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് നിലവിൽ വന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. 2021 പശ്ചിമഘട്ടത്തിലെ കല്ലാർ വനമേഖലയിൽ കണ്ടെത്തിയ കുഞ്ഞൻ കാട്ടുകാശിത്തുമ്പയ്ക്ക് നൽകിയ പേര് എന്താണ്? ഇംപേഷ്യൻസ് അച്യുതാനന്ദിനി. ഇംപേഷ്യൻസ് അച്യുതാനന്ദിനി എന്നാണ് 2021 പശ്ചിമഘട്ടത്തിലെ കല്ലാർ വനമേഖലയിൽ കണ്ടെത്തിയ കുഞ്ഞൻ കാട്ടുകാശിത്തുമ്പയ്ക്ക് നൽകിയ പേര് ഇംപേഷ്യൻസ് അച്യുതാനന്ദിനി. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനോടുള്ള ആദര സൂചകമായാണ് ഈ പേര് നൽകിയത്, ഇംപേഷ്യൻസ് അച്യുതാനന്ദിനി. പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിനോടുള്ള ആദര സൂചകമായി പേര് നൽകിയ ഇടുക്കിയിൽ നിന്നും കണ്ടെത്തിയ പുതിയ സസ്യയിനം ഇക്സോറ ഗാഡ്ഗിലിയാന. ഇക്സോറ ഗാഡ്ഗിലിയാന എന്നാണ് പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിനോടുള്ള ആദര സൂചകമായി പേര് നൽകിയ ഇടുക്കിയിൽ നിന്നും കണ്ടെത്തിയ പുതിയ സസ്യയിനം ഇക്സോറ ഗാഡ്ഗിലിയാന. കൗമാര വിദ്യാർത്ഥികളുടെ മൂല്യാധിഷ്ഠിത വ്യക്തിത്വ വികസനം ലക്ഷ്യമിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിവിധ സർക്കാർ ഏജൻസികളുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി കൂടെയുണ്ട് കരുത്തേകാൻ. കൂടെയുണ്ട് കരുത്തേകാൻ എന്ന പദ്ധതിയാണ് കൗമാര വിദ്യാർത്ഥികളുടെ മൂല്യാധിഷ്ഠിത വ്യക്തിത്വ വികസനം ലക്ഷ്യമിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിവിധ സർക്കാർ ഏജൻസികളുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി കൂടെയുണ്ട് കരുത്തേകാൻ. ആദിവാസി കുട്ടികളെ അവരുടെ ഭാഷയിൽ തന്നെ പഠിപ്പിച്ചു പൊതുധാരയിലെത്തിക്കാൻ സമഗ്ര ശിക്ഷ കേരളം മുൻകൈയെടുത്ത് നടപ്പിലാക്കുന്ന പദ്ധതി പഠിപ്പുറുസി. പഠിപ്പുറുസി എന്ന പദ്ധതിയാണ് ആദിവാസി കുട്ടികളെ അവരുടെ ഭാഷയിൽ തന്നെ പഠിപ്പിച്ചു പൊതുധാരയിലെത്തിക്കാൻ സമഗ്ര ശിക്ഷ കേരളം മുൻകൈയെടുത്ത് നടപ്പിലാക്കുന്ന പദ്ധതി പഠിപ്പുറുസി. മുതുവാൻ ഭാഷയിൽ പഠിപ്പിന്റെ രുചി എന്നാണ് ഇതിന്റെ അർത്ഥം. സംസ്ഥാനത്ത് പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുവാൻ ലക്ഷ്യമിട്ട് ക്ഷീരവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഫോക്കസ് ബ്ലോക്ക്. ഫോക്കസ് ബ്ലോക്ക് എന്ന പദ്ധതിയാണ് സംസ്ഥാനത്ത് പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുവാൻ ലക്ഷ്യമിട്ട ക്ഷീരവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഫോക്കസ് ബ്ലോക്ക്. US മിസ്റ്റോറി സിറ്റി മേയറായി 3ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി റോബിൻ ഇലക്കാട്ട്. റോബിൻ ഇലക്കാട്ടാണ് US മിസ്റ്റോറി സിറ്റി മേയറായി 3ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി റോബിൻ ഇലക്കാട്ട്. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ കുട്ടികൾക്കായുള്ള ഇന്റർനെറ്റ് റേഡിയോ നെല്ലിക്ക. റേഡിയോ നെല്ലിക്ക ആണ് കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ കുട്ടികൾക്കായുള്ള ഇന്റർനെറ്റ് റേഡിയോ നെല്ലിക്ക. തീരദേശ ഹൈവേയുടെ ഭാഗമായി കടലിനടിയിലൂടെ ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട ഇരട്ട തുരങ്കപാത വരുന്നത് എവിടെയാണ്? ഫോർട്ട് കൊച്ചി വൈപ്പിൻ. തീരദേശ ഹൈവേയുടെ ഭാഗമായി കടലിനടിയിലൂടെ ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട ഇരട്ട തുരങ്കപാത വരുന്നത് എവിടെയാണ്?
ഫോർട്ട് കൊച്ചി വൈപ്പിൻ. ട്രാൻസ്ജെൻഡർ സമൂഹത്തിന്റെ സുരക്ഷിതത്വവും സാമൂഹിക പുനരധിവാസവും ലക്ഷ്യമിട്ട് സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച ഭവന പദ്ധതി സുഭദ്രം ഭവന പദ്ധതി. സുഭദ്രം ഭവന പദ്ധതിയാണ് ട്രാൻസ്ജെൻഡർ സമൂഹത്തിന്റെ സുരക്ഷിതത്വവും സാമൂഹിക പുനരധിവാസവും ലക്ഷ്യമിട്ട് സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച ഭവന പദ്ധതി സുഭദ്രം ഭവന പദ്ധതി. പട്ടികജാതി നഗറുകളിലും പുറത്തുമായി ചിതറിക്കിടക്കുന്നവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാനുള്ള സർക്കാർ പദ്ധതി ഐശ്വര്യഗ്രാമം. ഐശ്വര്യഗ്രാമം എന്ന പദ്ധതിയാണ് പട്ടികജാതി നഗറുകളിലും പുറത്തുമായി ചിതറിക്കിടക്കുന്നവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാനുള്ള സർക്കാർ പദ്ധതി ഐശ്വര്യഗ്രാമം. സംസ്ഥാനത്ത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ DRDOയുടെ സമുദ്ര പര്യവേക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? പൂവാർ. തിരുവനന്തപുരം ജില്ലയിലെ പൂവാറിലാണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ DRDOയുടെ സമുദ്ര പര്യവേക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ പൂവാറിൽ. കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സ്നേക്ക് ആൻഡ് സ്നേക്ക് ബൈറ്റ് അവയർനെസ് എന്ന ബോധവൽക്കരണ പരിപാടി നടത്തുന്നത് ലക്ഷ്യമിട്ട് ആരംഭിച്ച കേരള വനം വകുപ്പിന്റെ പദ്ധതി സർപ്പപാഠം. സർപ്പപാഠം എന്ന പദ്ധതിയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സ്നേക്ക് ആൻഡ് സ്നേക്ക് ബൈറ്റ് അവയർനെസ് എന്ന ബോധവൽക്കരണ പരിപാടി നടത്തുന്നത് ലക്ഷ്യമിട്ട് ആരംഭിച്ച കേരള വനം വകുപ്പിന്റെ പദ്ധതി സർപ്പപാഠം. മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കുള്ള സംസ്ഥാന കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനായ മുൻ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരാണ് മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കുള്ള സംസ്ഥാന കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനായ മുൻ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. കേരളത്തിന്റെ 23ാമത് ഗവർണറായി നിയമിതനായത് ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ് കേരളത്തിന്റെ 23ാമത് ഗവർണറായി നിയമിതനായത്. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. കേരള ഫിഷറീസ് സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായി നിയമിതനായത് ആരാണ്? എ ബിജുകുമാർ. എ ബിജുകുമാർ ആണ് കേരള ഫിഷറീസ് സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായി നിയമിതനായത്. എ ബിജുകുമാർ. CPIMന്റെ പുതിയ ജനറൽ സെക്രട്ടറിയായി നിയമിതനായത് ആരാണ്? MA ബേബി. MA ബേബിയാണ് CPIMന്റെ പുതിയ ജനറൽ സെക്രട്ടറിയായി നിയമിതനായത്. MA ബേബി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിതനായ മുൻ ചീഫ് സെക്രട്ടറി K ജയകുമാർ. K ജയകുമാർ ആണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിതനായ മുൻ ചീഫ് സെക്രട്ടറി K ജയകുമാർ. കേരളത്തിന്റെ പുതിയ പോലീസ് മേധാവിയായി നിയമിതനായത് ആരാണ്? റവാഡ ചന്ദ്രശേഖർ. റവാഡ ചന്ദ്രശേഖർ ആണ് കേരളത്തിന്റെ പുതിയ പോലീസ് മേധാവിയായി നിയമിതനായത്. റവാഡ ചന്ദ്രശേഖർ. കേരളത്തിന്റെ 50ാമത് ചീഫ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഡോക്ടർ എ ജയതിലക്. ഡോക്ടർ എ ജയതിലക് ആണ് കേരളത്തിന്റെ 50ാമത് ചീഫ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഡോക്ടർ എ ജയതിലക്. മലയാളം സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ CR പ്രസാദ്. ഡോക്ടർ CR പ്രസാദ് ആണ് മലയാളം സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ. ഡോക്ടർ CR പ്രസാദ്. കേരള ബാങ്കിന്റെ പുതിയ പ്രസിഡന്റ് P മോഹനൻ. കേരള ബാങ്കിന്റെ പുതിയ പ്രസിഡന്റ് P മോഹനൻ. വൈസ് പ്രസിഡന്റ് TV രാജേഷ്. കേരള ബാങ്കിന്റെ പുതിയ പ്രസിഡന്റ് P മോഹനൻ. വൈസ് പ്രസിഡന്റ് TV രാജേഷ്. കേരള സംസ്ഥാന വിജിലൻസ് മേധാവി മനോജ് എബ്രഹാം. കേരള സംസ്ഥാന വിജിലൻസ് മേധാവിയാണ് മനോജ് എബ്രഹാം. കുടിയേറ്റത്തിന്റെയും കുടിയേറ്റക്കാരുടെയും ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. ഇടുക്കി ജില്ലയിലാണ് കുടിയേറ്റത്തിന്റെയും കുടിയേറ്റക്കാരുടെയും ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി ജില്ലയിൽ. കേരളത്തിൽ തുടങ്ങിയ സർക്കാർ ഉടമസ്ഥതയിലുള്ള രാജ്യത്തെ ആദ്യത്തെ ഓൺലൈൻ ഓട്ടോ ടാക്സി പദ്ധതി കേരള സവാരി.
കേരള സവാരിയാണ് കേരളത്തിൽ തുടങ്ങിയ കേരള സർക്കാർ ഉടമസ്ഥതയിലുള്ള രാജ്യത്തെ ആദ്യത്തെ ഓൺലൈൻ ഓട്ടോ ടാക്സി പദ്ധതി. കേരള സവാരി. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് ഏത് സംസ്ഥാനത്തിനാണ്? കേരളം. കേരളത്തിനാണ് മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത്. കേരളത്തിന്. അപൂർവ ഗ്രൂപ്പ് രക്തം ദാനം ചെയ്യാൻ സന്നദ്ധരായവരുടെ രജിസ്ട്രി പുറത്തിറക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? കേരളം. കേരളമാണ് അപൂർവ ഗ്രൂപ്പ് രക്തം ദാനം ചെയ്യാൻ സന്നദ്ധരായവരുടെ രജിസ്ട്രി പുറത്തിറക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? കേരളം. ഇന്ത്യയിൽ ആദ്യമായി ലഹരിവേട്ടയ്ക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്ന സംസ്ഥാനം? കേരളം. കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി ലഹരിവേട്ടയ്ക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്ന സംസ്ഥാനം? കേരളം. രാജ്യത്താദ്യമായി റോബോട്ടിക് സാങ്കേതിക വിദ്യ പഠന വിഷയമാക്കിയ സംസ്ഥാനം? കേരളം. കേരളമാണ് രാജ്യത്താദ്യമായി റോബോട്ടിക് സാങ്കേതിക വിദ്യ പഠന വിഷയമാക്കിയ സംസ്ഥാനം? കേരളം. കേരളത്തിലെ ആദ്യത്തെ വി പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിൽ. കൊല്ലം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ വി പാർക്ക് നിലവിൽ വന്നത്. കൊല്ലം ജില്ലയിൽ. വയനാട്ടിലേക്കുള്ള യാത്രാ ദുരിതത്തിന് പരിഹാരമായി ഏത് തുരങ്കപാതയുടെ നിർമ്മാണത്തിനാണ് അടുത്തിടെ തുടക്കമിട്ടത്? ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയ്ക്കാണ് വയനാട്ടിലേക്കുള്ള യാത്രാ ദുരിതം പരിഹരിക്കുന്നതിനായി ഈ അടുത്തിടെ നിർമ്മാണത്തിന് തുടക്കമിട്ടത്. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ കറണ്ട് അഫയേഴ്സിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുന്നതാണ്. ചാനലിൽ PSC ബുള്ളറ്റിൻ എന്ന പ്ലേലിസ്റ്റിൽ ഇതുവരെ അപ്ലോഡ് ചെയ്ത PSC ബുള്ളറ്റിനുകൾ ലഭ്യമാണ്. ക്ലാസുകൾ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.